സംതിങ് ഗ്രേറ്റ്, സംതിങ് ഒരു ക്വാളിറ്റി ഒരു മനുഷ്യനുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അത് ഏത് ഭാഷ ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ. കാരണം സാറിൻ്റെ കൂടെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞു 18 രാജ്യങ്ങളിലുള്ള ആൾക്കാർ സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള സാറിൻ്റെ ഒരു വലിയൊരു മനസ്സാണ്. ശരിക്കും ഒരു എംപ്ലോയിയെ സാർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ശരിക്കും ആസ് എ ഫാമിലി മെമ്പറിനെ പോലെ, അതാണ് സാറിൻ്റെ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട്. ഇന്ന് സമൂഹത്തിൽ ഒരു നമുക്കില്ലാത്ത ഒരു സംഭവമാണ്. കാരണം മനുഷ്യത്വം, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്ന് വളരെ വ്യത്യസ്തമായി സാർ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. സഹജീവികളോടുള്ള സാറിൻ്റെ സമീപനം, അവിടെ ഞാൻ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാറിൻ്റെ ആ ഒരു. കാരണം അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി സാറിന് എങ്ങനെയാണ് കിട്ടിയത്? ചെറുപ്പം നാൾ മുതൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ എല്ലാവരും ജീവിച്ചു വരുമ്പം, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരാം. എനിക്കൊരു 12 വയസ്സുള്ളപ്പം എൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്കൊരു 8 വയസ്സുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഞാൻ 12 വയസ്സ്, അവന് 8 വയസ്സ്. അപ്പം ഞങ്ങൾ ഈ സൈക്കിളൊക്കെ ഇങ്ങനെ ഓടിച്ച് നടക്കും. അപ്പോൾ ഞങ്ങൾ ഈ സൈക്കിൾ ഓടിച്ച് നടക്കുമ്പം ഈ പയ്യൻ എന്നോടൊന്ന് പറയും സൈക്കിൾ ഓടിക്കണമെന്ന്. ആദ്യം എനിക്കതറിയില്ല. അപ്പോൾ ഞാൻ ഇല്ലല്ലേ, ഇതെൻ്റെ സൈക്കിളാണ്, ചെറിയ സൈക്കിള് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാദർ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ഓർക്കണം, അവന് കാശില്ല എന്ന് പറഞ്ഞ് നീ ചെയ്യാൻ പാടില്ല, നീ കൊടുക്കണം. അങ്ങനെ അവൻ ഈ സൈക്കിൾ എൻ്റെ കൂടെ ഓടിക്കും. അതൊരു വലിയൊരു ഒരു 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 ചേഞ്ച് ഇൻ ലൈഫായിരുന്നു. ഷാർജയിൽ വളരെ രസകരമായ ഒരു വലിയ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്, 39th ഫ്ലോർ. അതെ, ഇന്ന് മനോഹരമായ ഷാർജ. ഇത് ഇത്രയും നമുക്ക് വളരെ ഉയരത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി വളരെ വലുതാണ്. ഇന്ന് ഏഷ്യയിലെ 3ാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടൈൻ ഇവിടെയാണ്. അതെ, ഇവിടെ ഈ ഒരു ഫൗണ്ടൻ ഇപ്പോൾ അതില്ല, പക്ഷേ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു 3rd ലാർജസ്റ്റ് ഫൗണ്ടനാണ്. പകൽ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയാണ് കണ്ടുവരായിട്ട്. രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ നോക്കിയിട്ട് തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഒരു പേപ്പർ എടുത്ത് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഒരു ചായയും കുടിച്ച് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ ദിവസം തുടങ്ങുന്നത്. പ്ലസന്റ് മൂഡായിരിക്കും അല്ലേ അന്നത്തെ ദിവസം മുതൽ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ സാറിന് ഇത്രയും ഒരു വിജയത്തിന്റെ ഒരു പ്രധാന കാരണം മരക്കാർ മോട്ടോഴ്സിലെ ആ ജോലി തന്നെയാണ്. അവിടുത്തെ ആ ഒരു ഔദ്യോഗിക ജീവിതം, സാറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് നമുക്ക് ഇതുവരെ എത്തുവാൻ ആ ഒരു എക്സ്പീരിയൻസ് വളരെയധികം പ്രയോജനം ചെയ്യും. അല്ല, ഒരു പരിധി വരെ എന്നല്ല, ഒരു ഏറ്റവും അധികമായിട്ടുള്ള ഒരു പരിധി വരെ ഉള്ളതാണ്. എൻ്റെ അന്നത്തെ MD ഹബീബ് മരക്കാർ സാറ്, അദ്ദേഹമാണ് ഏറ്റവും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നാളത്തെ ജീവിത യാത്രയാണ്, സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമാണ്. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ സർ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര തിരിച്ചു, വിജയത്തിലെത്തി. എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ. ഇനി ഒരു 100 വർഷം കൂടെ പടച്ചവൻ എനിക്ക് തരികയാണെങ്കിൽ, ഇനി ഒരു 100 വർഷം കൂടെ തന്നാൽ +100 ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ആ 100 വർഷം തികയുമ്പം ഞാൻ പടച്ചവൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇനി ഒരു 100 വർഷം കൂടെ വേണമെന്ന് പറയും. കാരണം ഇവിടെ നമ്മളെത്ര വിചാരിച്ചാലും ആഗ്രഹങ്ങൾ അൺഎൻഡിങ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നെവർ എൻഡിങ്, അൺലിമിറ്റഡ്. ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനിയുള്ള സ്വപ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളോട് കഴിയുമ്പം തിരിച്ച് നാട്ടിൽ പോകണം എന്നുള്ളത്. സെറ്റിൽ ആവണം. ട്രിവാൻഡ്രത്താണോ കോട്ടയത്താണോ തൃശ്ശൂരാണോ? അല്ല, തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് പോകും. എനിക്ക് നാട്ടിൽ പോയിട്ട്, പിള്ളേരൊക്കെ ഇവിടെയാണിപ്പം, അവിടെ പോയി അവിടെ ഇരുന്ന് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പരീക്ഷകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്.
ആ നാട് എന്ന് പറയുന്നത് ഒരു സ്വപ്നം. നമ്മുടെ നാട് നാടൊരു സ്വപ്നമാണ്. തിരിച്ചെത്തേണ്ടത് നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഏതൊരു പ്രവാസി മലയാളിയുടെയും ജീവിതം അത് തന്നെയാണ്. ഒരിക്കൽ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ വിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ അവിടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഇനിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥന അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദി.